മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് അന്ന് മുതൽ തന്നെ റിട്ടേൺ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും. അവരാഗ്രഹത്തിന് തെറ്റ് പറയാനായിട്ട് സാധിക്കില്ല. എന്നാൽ മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം മ്യൂച്വൽ ഫണ്ടിനെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിലാണ് കാണാനായിട്ട്. ഈ ഒരു വർഷത്തെ റിട്ടേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഏകദേശം 15% കറക്റ്റഡായി. ഇപ്പോൾ ഒരു വർഷം മുമ്പെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ പോർട്ട്ഫോളിയോ മേ ബി നെഗറ്റീവിലേക്ക് വന്നേക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1979 സ്റ്റോക്ക് മാർക്കറ്റ് നിലവിൽ വന്ന കാലം മുതൽ പല ഇൻസിഡൻറ്റുകൾ കാരണവും മാർക്കറ്റിൽ ഈ ഡൗൺ ട്രെൻഡ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് 1992 ഹർഷത് മേത്ത സ്കാം, 2000 ബബിൾസ്, 2007 ഗ്ലോബൽ റിസഷൻ, 2020 ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള COVID-19. അപ്പോൾ ഈ ഒരു കാലഘട്ടങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഡൗൺ ട്രെൻഡ് എത്ര കാലം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു വർഷം കൂടി പോയി കഴിഞ്ഞാൽ 2 വർഷം. അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഓപ്പർച്യൂണിറ്റിയാണ്. അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് പമ്പ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റ് ഉണ്ടാകും. ലോങ് ടൈമിൽ ഇത് നല്ല റിട്ടേൺ തരാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയിൽ വേണം മ്യൂച്വൽ ഫണ്ട് സമീപിക്കാൻ.